നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ഇന്ന് ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ധാരാളം നക്ഷത്രങ്ങൾ നമ്മൾ ആകാശത്ത് ദർശിക്കാറുണ്ട്. പക്ഷെ ജ്യോതിഷ വിധി പ്രകാരം 27 നക്ഷത്രങ്ങളെയാണ് നമ്മൾ എടുക്കാറുള്ളത്. അത് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളാണ്. എന്നാൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ ഗുണങ്ങളാണുള്ളത്. ജാതകവശാൽ അല്ലെങ്കിൽ നമ്മുടെ ജനിച്ച സമയം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങളും ഫലങ്ങളുമായിരിക്കും ലഭിക്കുക. പക്ഷെ നക്ഷത്രത്തിന്റെ പൊതുഫലം ഒന്നായിരിക്കും. അതായത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഫലങ്ങളായിരിക്കും പൊതുവെ പറയുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമെങ്കിലും നമ്മുടെ ജനന സമയം അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ ജനിക്കുമ്പോൾ, അതായത് നമ്മൾക്കൊരു അച്ഛനമ്മമാർക്ക് ഒരു കുട്ടി ജനിക്കുമ്പോൾ ചില അച്ഛനമ്മമാർ ആ കുട്ടിയുടെ ജനനത്തോട് കൂടിയിട്ട് അവരുടെ ജീവിതം അപ്പാടെ മാറി മറിയുന്നു. നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. നമ്മൾ നോക്കിയാൽ കാണുന്ന കാര്യമാണ്, പല സ്ഥലങ്ങളിലും കാണുന്ന കാര്യമാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ അയൽവാസികളിൽ കാണുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കാണുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരിൽ കാണുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, അവർക്ക് ആ കുട്ടി ഉണ്ടായതിന്റെ ശേഷം, ഇന്ന കുട്ടി ജനിച്ചതിന്റെ ശേഷം അവർക്ക് നല്ല വെച്ചടി കയറ്റാണ്, അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. കാരണം അവരൊക്കെ നല്ല ജോലി കിട്ടിയ കുട്ടി ആയതിനു ശേഷം, അല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ നാട്ടില് ബുദ്ധിമുട്ടായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന അച്ഛനൊക്കെ ആയിരിക്കും കുട്ടിയുടെ. പെട്ടെന്ന് ആ കുട്ടി ജനിച്ചോട് കൂടിയിട്ട് അച്ഛൻ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ജോലി കിട്ടുകയോ അതിൽ നിന്ന് ഉയർന്നുയർന്ന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് സർവ്വ ഐശ്വര്യങ്ങളും നേടി അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ധാരാളം നമുക്ക് മുന്നിൽ കാണുന്ന കാര്യമാണ് നമ്മൾ. അല്ലാതെ ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ പൊതുവെ പറയുന്നുണ്ട്, ജ്യോതിഷമൊന്നും വേണ്ട, പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ആ കുട്ടി ജനിച്ചതിന് ശേഷം കണ്ടില്ലേ ഓരും വെച്ചടി കയറ്റാണ്, അല്ലെ അവൾക്ക് നല്ല വെച്ചടി കയറ്റാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബം നന്നായി ആ കുട്ടി ജനിച്ചതിന് ശേഷം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിലിപ്പോ ഒരു ജ്യോതിഷന്റെ ആവശ്യമില്ല, പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് നാട്ടുകാർ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസികളൊക്കെ പറയും, ഒരാൾ നന്നായി കഴിഞ്ഞാൽ കുട്ടി ജനിച്ചതിന് ശേഷം അവർ നന്നായി, ആ കുട്ടി ജനിച്ചതിന് ശേഷം അവർക്ക് എല്ലാം കിട്ടിയത്, എല്ലാം ലഭിച്ചത് എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ദിനം പ്രതി കേൾക്കുന്ന കാര്യമാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് എല്ലാവരിലും ഉണ്ടാവാം, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ 27 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും നക്ഷത്രമായിരിക്കും നമ്മൾ ജനിക്കുക. പക്ഷെ ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും, ചിലപ്പോ കോടീശ്വരന്മാരാവാനോ, എങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ച് ആവാനോ ഒക്കെ സാധ്യത ഉണ്ട് ഈ കുട്ടികൾ ജനിക്കുന്നതോട് കൂടിയിട്ട്. അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ നിങ്ങളുടെ മക്കളുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമാവും. ഞാൻ ഇപ്പൊ ഈ പറയുമ്പോൾ നമ്മളിപ്പോ കോടീശ്വര യോഗം അല്ലെങ്കിൽ കോടീശ്വരനാവും, ഞാൻ മാത്രമല്ല പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലവരും പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു പൊതുഫലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞാനായില്ല, ഞാൻ എന്താ, ഇവരിങ്ങനെ വെറുതെ വിളിച്ചു പറയുന്നുണ്ട് ഈ ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ട്, യൂട്യൂബില് കോടീശ്വരനായി, ഇവിടെ ആരും കോടീശ്വരനാവണില്ല. നിങ്ങളൊക്കെ എല്ലാ ചാനൽ തുറന്ന ജ്യോത്സ്യന്മാർ പറയുന്നു ഇങ്ങനെ നാളെ മുതൽ കോടീശ്വര യോഗം ഉണ്ട്. പക്ഷെ ഈ പറയുന്നത് എന്താണോ പൊതുവായി പറയുന്ന ഒരു ഫലമാണ്. ഈ പൊതുവായ പറയുന്ന ഫലങ്ങള് നമ്മൾ അറിയുന്നില്ല ആർക്കൊക്കെ ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നില്ല എന്നുള്ളത്. പല ആൾക്കാർക്കും ലോകത്തിൽ ഒരു ഒരു ഓരോ നിമിഷവും കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ ഓരോ ആൾക്കാർക്കും ഓരോ സമയത്ത് ഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഓരോ കോടീശ്വരന്മാരും ഭാഗ്യമില്ലാത്ത പൊളിഞ്ഞ് പാപ്പർസൂട്ടായി പോകുന്നവരുണ്ട്. ഇതൊക്കെ ഈ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതികളാണ്. അപ്പൊ പ്രകൃതി അതിന്റെ രീതിയിലേ പോവുള്ളൂ. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പ്രകൃതിക്ക് ഒരു താളമുണ്ട്, ആ താളത്തിനനുസരിച്ച് അത് പോവുള്ളൂ. അതിന് മാറ്റാൻ ആരാലും കഴിയില്ല.
പറഞ്ഞു വന്നെന്താ വെച്ചാല് ഈ നമ്മുടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അഘോര സന്യാസിമാരൊക്കെ പല അത്ഭുതങ്ങളും കാട്ടുന്നു പ്രകൃതിയിൽ. മഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കുന്നു, മഴ പെട്ടെന്ന് പെയ്യിപ്പിക്കുന്നു, കണ്ണിലൂടെ തീ കത്തിപ്പിക്കുന്നു കണ്ണ് നോക്കിയിട്ട്. ഇങ്ങനെയൊക്കെ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറെ സത്യങ്ങളാണുള്ളത്. പക്ഷെ ഇതൊക്കെ താൽക്കാലികം മാത്രം. പ്രകൃതിയെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നിലനിൽക്കില്ല എന്നർത്ഥം. അപ്പൊ പ്രകൃതിക്ക് താളുണ്ട്, ആ താളത്തിനനുസരിച്ചേ പോവുള്ളൂ. അപ്പൊ നമ്മൾ കോടീശ്വര യോഗം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലും അത് പലർക്കും അനുഭവിക്കുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ചില ആൾക്കാർ കമന്റ് ഇടും കോടീശ്വര യോഗം, അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അവരത് കമന്റ് ഇട്ടോട്ടെ, നല്ലതും ചീത്തയായിട്ടുള്ള കമന്റ് ഇടാം, അതൊക്കെ അവരിഷ്ടം. പക്ഷെ നമ്മൾ പറഞ്ഞത് ആരോടും ഒരു ഒരു പിന്നെ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ ഒരു ആളെനെ വെറുതെ പറയുകയോ ഒന്നുമല്ല. ഉള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർക്ക് കിട്ടാറുണ്ട്, ചില ആൾക്കാർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കിട്ടണം തന്നെ നമുക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവാം, മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോ ഇതൊന്നും നമ്മളാരും ചെയ്തുണ്ടാക്കണതല്ല, ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോ അങ്ങനെ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രങ്ങളാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറും എന്നുള്ളത് ഉറപ്പിക്കാം. അത് ഇന്നല്ലെങ്കിൽ നാളെ. ജനിച്ച അപ്പൊ തന്നെ അത് ലഭിക്കണമെന്ന് എന്നൊന്നുമില്ല. നിങ്ങളുടെ ഒരു പ്രായം വരുമ്പോഴേക്കോ അല്ലെങ്കിൽ ചിലതൊക്കെ അപ്പൊ തന്നെ അനുഭവങ്ങൾ കണ്ടുകൊടുക്കും. കുട്ടികൾ ജനനത്തോട് കൂടിയിട്ട് തന്നെ അനുഭവങ്ങൾ കണ്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു മഹാഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ ജനിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഉയരും ആ വീട്. പലതരത്തിലായിരിക്കും അവർക്ക് ഭാഗ്യം വന്നു ചേരുക. അത് ലോട്ടറി അടിക്കണം എന്നല്ല പറഞ്ഞത്, പല തരത്തിൽ അവർക്ക് വരാം. അത് എങ്ങനെയാണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും പറയാൻ പ്രവചിക്കാനൊന്നും കഴിയില്ല. പലതരത്തിലും ഭാഗ്യങ്ങൾ അവർക്ക് വന്നു ചേരാം. ഈ ഭാഗ്യം കൊണ്ട് കുട്ടികൾ സമ്പന്നരാവാം അവര്. അതുപോലെ തന്നെ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാം. സമ്പത്ത്, ഐശ്വര്യം, അവർ വീടില്ലാത്തവർക്ക് വീട്, വാഹനം, ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാം. അതുപോലെ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് വലിയ ബിസിനസ്സിലേക്ക് പോവാം. ഇതൊക്കെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ ആ സമയം കൂടി അടിസ്ഥാനപ്പെടുത്തി നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ മുഖാന്തരം നിങ്ങൾ ഭാഗ്യവാന്മാരാവും എന്നുള്ളത് ഉറപ്പിക്കുക തന്നെ ചെയ്യാം. അടുത്തതായിട്ട് ഈ ഭാഗ്യം കൊണ്ടിരുന്ന ഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഒന്ന് ഭരണി നക്ഷത്രം, അതുപോലെ തന്നെയാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ നിങ്ങളുടെ മക്കൾ ജനിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നതൊക്കെ മാറി നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവാൻ ആ മക്കൾ മുഖാന്തരം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ കയ്യിലെത്തും. ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ലോട്ടറി എടുക്കുന്ന ആളാണ്, അത്രയും കാലം കാശി പോയിട്ടുണ്ടാവുക ലോട്ടറി ഒക്കെ എടുത്തിട്ട്. പക്ഷെ പെട്ടെന്നായിരിക്കും ചെറിയൊരു പ്രൈസ് കിട്ടിയത്. അതൊരു ഭാഗ്യമാണ്, ആ കുട്ടി മുഖാന്തരം വരുന്ന ഭാഗ്യമാണ്. അപ്പോ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരുന്നോളൂ, നിങ്ങളുടെ ജീവിതം മാറി മറിയും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം മാറും. വീടില്ലേ നിങ്ങൾക്ക്, വീടുണ്ടാവും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വീട് പല അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും, നിങ്ങൾ വീട് വയ്ക്കുകയും ചെയ്യും. നിങ്ങളിപ്പോ ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണോ തീർച്ചയായിട്ടും അതിന് അവസരം ഉണ്ടാവും എന്നുള്ളതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളുള്ള വീട്ടിലുണ്ടാവുന്നത്. കാരണം നമ്മള് ഇപ്പോ ഒരു കടബാധ്യതയൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് കടം മാറും. ആദ്യം എങ്ങനെയെങ്കിലും ആ കടം വീട്ടാനുള്ള ഒരു വഴി നിങ്ങളിൽ എത്തിച്ചേരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഭരണി നക്ഷത്രക്കാർ ഒരു ഭാഗ്യവാന്മാർ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അടുത്ത നക്ഷത്രമാണ് മകം നക്ഷത്രം. ഈ മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി കടന്നു വരുന്നവരാണ്, സൗഭാഗ്യവുമായിട്ട് കടന്നു വരുന്ന കുട്ടികളാണ് മകം നക്ഷത്രക്കാർ. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രക്കാരാണ് ഇവര്. കുടുംബത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഇവർ ജനിക്കുന്നത് കൂടിയിട്ട് മാറുന്നതാണ് ഉറപ്പിക്കാം. കഷ്ടപ്പാടുകൾ മാറി സമ്പത്തും ഐശ്വര്യവും ഇവർ ജനിക്കുന്നതോട് കൂടി വരുന്നതാണ്. അപ്പൊ സാമ്പത്തികമായും അല്ലാതെയും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും എന്നും മകം നക്ഷത്രക്കാർ ജനിച്ചാൽ, മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ ഐശ്വര്യവും സർവ്വ സമ്പത്തും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം. അടുത്തതായിട്ട് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ ജനിച്ചു കഴിഞ്ഞാൽ, മക്കളായി പിറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും സാമ്പത്തിക സ്ഥിതി തന്നെ മാറും എന്നാണ് പറഞ്ഞത്, മാറി മറിയും എന്ന് പറയുന്നത്.
ഉത്രം നക്ഷത്രത്തിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും മാതാപിതാക്കൾക്ക് ഉണ്ടാവും. പുതിയ വീട് വെക്കാനുള്ള യോഗം ഉണ്ടാവും എന്ന് പറയുന്നു. പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ മാതാപിതാക്കൾക്ക് നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കാനും അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ജോലി ലഭിക്കാനും അതോടെ ശമ്പളം വർദ്ധിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഇങ്ങനെ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് സർവൈശ്വര്യവുമാണ് ഫലമെന്ന് തീർപ്പിച്ച് പറയാം. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുകയാണ്, ഈ 4 നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ബാക്കിയുള്ള നക്ഷത്രങ്ങൾ ആരും മോശക്കാരല്ലട്ടാ. ബാക്കി 23 നക്ഷത്രങ്ങളും നല്ല നക്ഷത്രങ്ങളാണ്. പക്ഷെ പ്രത്യേകം എടുത്തു പറഞ്ഞ നക്ഷത്രങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന നക്ഷത്രത്തിലുള്ള ആളല്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. പക്ഷെ മറ്റെല്ലാ നക്ഷത്രക്കാരും അവരവർ ജനിക്കുന്ന സമയം അനുസരിച്ച് സാമ്പത്തികമായിട്ടും നല്ല രീതിയിലും മുന്നേറാനും വിദ്യാഭ്യാസവും ഒക്കെ നേടി ജീവിക്കാൻ യോഗമുള്ളവരാണ്. എന്നാൽ വളരെ കുറച്ച് പേർക്ക് യോഗം ഇല്ലാത്തവരുണ്ട്. കാരണം അതൊക്കെ ഒരു സമയത്തിനനുസരിച്ചായിരിക്കും, സമയത്തെ അനുസരിച്ചായിരിക്കും അതിന്റെ ഫലം ഉണ്ടാവുക. പൊതുഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ ജനിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവാം. ചിലർ നന്നായി ജീവിക്കാം, ചിലർ കുറച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരുണ്ടാവാം. പിന്നെ എന്താ വെച്ചാൽ കുറെയൊക്കെ നമ്മുടെ കയ്യിരിപ്പ് പോലെ ഇരിക്കും. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം കൊണ്ടും നന്നായിട്ട് ജീവിക്കും. അതല്ല, നമുക്ക് കിട്ടുന്നത് 10 രൂപയാണെങ്കിൽ 40 രൂപ കടം വാങ്ങിച്ച് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുകയല്ല ചെയ്യുക, കുത്തനെ നമ്മൾ ദരിദ്രനായി പോവുക ചെയ്യുക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ശുഭനിലം നേർന്നുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.